ഹായ് മക്കളമാരെ, ലഞ്ചൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയ ഉച്ചക്കലത്തേന് ഞാൻ ലഞ്ച് ഒരുങ്ങാൻ പോവാണ്. ചോറടപ്പേ കിടപ്പുണ്ട്, കറി വെക്കാൻ പോവാണ്. ഇന്നൊരു ചൂരമീൻ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ച് അത് നിങ്ങളെ കൂടെ കാണിക്കാം. മുളകിട്ട് വറ്റിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റാണ്. പണ്ട് അമ്മച്ചി ഇങ്ങനെയാണ് വെക്കുന്നത്. ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഇരിക്കുന്നതോടാണ് ആ മീൻ നല്ല ടേസ്റ്റ് ആകുന്നത് കേട്ടാ. അപ്പം വാ. അപ്പം ഞാനേ മീൻകറി വെക്കാൻ പോവാണേ. ഗ്യാസ് കത്തിച്ച് ചട്ടി വെക്കാൻ പോവാണ്. ഇച്ചിരി വെള്ളമുണ്ട്, ഞാൻ കളയട്ടെ. അതിലെ വെള്ളം വറ്റട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ 1/2 കിലോ മീനാണ്, 1/2 കിലോ ചൂരമീനാണ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് അതിനെ ഉപ്പ് ഇട്ടിട്ടിരിക്കുകയാണ്. ഉപ്പ് എന്ന് പറയാൻ ഉപ്പുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ അതിന് ഉളുമ്പും ഒക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഉപ്പ് ഇട്ട് ഞാൻ 2 പ്രാവശ്യം കഴുകി, ഇനി സ്വല്പം കൂടി ഉപ്പ് ഇട്ടിട്ടേക്കുവാണ്. പിന്നെ അതിനകത്ത് ഞാൻ ഈ മീൻകറി ചേർക്കുന്നതാണ്. ഇത് കണ്ട, ഇതൊക്കെയാണെന്നാ. ഇതാ വെളുത്തുള്ളി, ചുമന്നുള്ളി കടു വറക്കുന്ന രീതിയിലല്ല അരിഞ്ഞിരിക്കുന്നത്. ചെറിയ ഉള്ളി 2ആയിട്ടൊക്കെ അരിഞ്ഞിരിക്കുക. അതേപോലെ വെളുത്തുള്ളി 2ആയിട്ടൊക്കെ കീറിയിട്ടിരിക്കുകയാണ്. പിന്നെ പുളിയും ഉപ്പും കൂടെ ഇട്ടിരിക്കുകയാണ്. കഴുകി ഉപ്പ് ചേർത്തിട്ടിരിക്കുകയാണ്. പിന്നെ ഞാനിത് 1/2 കിലോ മീനാണെന്ന് പറഞ്ഞു. 1/2 കിലോ മീന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 സ്പൂണ്, അതായത് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂണ് ചുക്കുപൊടി. ഇഞ്ചിയുള്ളവർ ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. നമ്മുടെ ചട്ടി ചൂടായ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പം ചട്ടി പൊട്ടാൻ സാധ്യതയുണ്ട്. പണ്ടൊരു പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റി. അത് കാരണം എനിക്ക് ചട്ടി ചൂടാ. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് ആ എണ്ണ എല്ലായിടവും പറ്റാനായി. എണ്ണ ചൂടാവട്ടെ. ഇത് വേണ്ട, ഒരു തക്കാളിക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുകയാണ്, മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ചേർക്കാൻ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കളർ അങ്ങനെ മാറണ്ട, ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമ്മുടെ ചുമന്നുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. കണ്ട ഈ പരുവം മതി. അതായത് ആ പച്ച ചുവയൊന്ന് മാറണം. ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ട് പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം. എരി നമ്മുടെ ആവശ്യത്തിന്. ഇവിടെ ഇച്ചിരി എരി വേണം, മീനല്ലേ. അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. അല്ലെ 2 എണ്ണം 1 എണ്ണം ഇട്ടാലൊക്കെ മതി. ഞാൻ 3 എണ്ണം ഇട്ടെന്നേ ഉള്ളൂ. ഇവിടെ എരി ഇച്ചിരി വേണം, മീൻ ഇച്ചിരി എരി വേണമല്ലോ. വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു കളർ മാറിയിടണ്ട. ഇത്രയും മതി. ഇതിനകത്തോട്ട് നമ്മുടെ കറിവേപ്പില അങ്ങ് വെച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്ര ആയാൽ മതി. ഇനി നമ്മുടേതാ മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി എത്ര എടുത്തോ അതിൻ്റെ നേരെ പകുതി മല്ലിപ്പൊടി, ചുക്കുപൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഇളക്കാം. ഇത് സാധാ മുളകാണ്, എരിയുള്ള മുളകാണ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ തക്കാളിക്ക് അരച്ച് വെച്ചിട്ടില്ലേ, അതിനെ അതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതൊരു വലിയ തക്കാളിക്കാണേ.
തക്കാളിക്ക് ഞാൻ അരച്ചത് ഇതിനകത്ത് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ അരപ്പില്ലേ, ആ അരപ്പിനകത്തോട്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സായി ഇത് ഈ തക്കാളിക്ക് ഇതിനോട് ഇങ്ങനെ ചേർന്ന് വരണം. വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് തിളപ്പിക്കണം. അപ്പം ഇത് ഇച്ചിരി കൊഴുക്കും. കുറച്ച് വെള്ളം കണ്ട ആ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഞാൻ ആ തക്കാളിക്ക് ഇതിലെല്ലാം കൂടെ ഇതിനകത്ത് മിക്സാക്കി. അപ്പോൾ കണ്ട ഒരു കൊഴുപ്പ് പോലെ വന്നാണ്ട. ഇനി നമ്മൾ ഉപ്പും പുളിയില്ലേ, ഇവിടെ ഉപ്പും പുളിയും കൂടെ ഇട്ടിരിക്കുന്നത് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു സ്വല്പം ചാറും കൂടെയൊക്കെ ആയി അല്ലേ. ഇനി ഇതൊന്ന് തിളക്കണം. ഇത് തിളയ്ക്കണം. ഇതിനകത്തോട്ട് നമ്മുടെ ജാറ് കഴിയ, അതായത് തക്കാളിക്ക് കഴിച്ച ജാറ് കഴിയുള്ളതല്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം പോരാ, ഒരു ഇച്ചിരി കൂടെ വേണം വെള്ളം. നമ്മുടെ മീൻ ഈ ഇതിനകത്തോട്ട് കിടന്ന് ഇത്ര വെള്ളം മതി. ഇത് ഈ കുറച്ചു നേരം കിടന്ന് ഇച്ചിരി തിളയ്ക്കുമ്പോൾ നമ്മുടെ മീൻ ഇനി ഇതിനകത്തോട്ടൊക്കെ പറക്കിയിട്ട് കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ അരപ്പ് തിളച്ച്. ഇനി നമ്മുടെ ഈ കഷ്ണങ്ങൾ, മീൻ കഷ്ണങ്ങൾ വാരി കൈത്തെറിക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. തിളച്ച് കിടക്കുന്ന അരപ്പാണ്, അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കണ്ടോ, മുരിങ്ങയ്ക്ക എൻ്റെ കൂടെ മുരിങ്ങയും കൂടെ ഇട്ടാൽ നല്ലതാണ്. മുരിങ്ങയ്ക്ക മീൻ്റെ കൂടെ ഇടുന്നത് നല്ലതല്ലേ. ചൂരയുടെ കൂടെ പ്രത്യേകിച്ച് മുരിങ്ങയ്ക്ക ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമ്മുടെ ഈ ചട്ടി എടുത്തൊന്ന് ചുറ്റി കൊടുക്കാം. നോക്കാം. വറ്റിയത് ഇത് ചട്ടി ആയതുകൊണ്ടേ വറ്റും. ഇപ്പം തന്നെ കുറുകിയത്. ഇനി ഇത് ഈ ചട്ടിയിലിരുന്ന് വറ്റും. കണ്ടോ, ഇതിപ്പം കണ്ടോ, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ നല്ല കുറുകിയ ചാറില്ലേ. ഇനി ഈ ചട്ടി ചണുക്കുന്നതനുസരിച്ച് ഇത് കുറുകും. അപ്പോൾ എണ്ണ തെളിയും. ഇത് എത്ര ആയാൽ മതി. നമ്മുടെ ഗ്യാസ് ഓഫാക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഇത് വിളമ്പാൻ തരാം, അതായത് കറി നമ്മൾ എടുക്കാൻ തരാം. നമുക്ക് നോക്കുമ്പോഴത്തേന് എണ്ണ തെളിഞ്ഞ് നല്ല അടിപൊളി മീൻ കറിയായിട്ട് എടുക്കാം. അപ്പം കാണിച്ചു തരാം, ഇനി എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുളകിട്ട് വറ്റിച്ച ചൂരമീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.